അപ്പോൾ ഇന്നാണ് നമ്മൾ കാസർഗോഡേക്ക് പോകുന്നത്. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ചെരുപ്പുകളൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു, എൻ്റെ ഇക്കാടെയും കുട്ടികളുടെയൊക്കെ. അപ്പോൾ അതൊറ്റ കവറിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ കുറേയൊക്കെ കൊണ്ടുപോകാം, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ വെക്കാം, അടുത്ത വരവിന് അങ്ങനെ എടുക്കാമെന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ ഇത് ആഷിക്കിൻ്റെ ട്രോളി ബാഗാണ്, അത് ഞാൻ എടുത്തു കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടേ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു ട്രോളി ബാഗിലേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ വീട്ടിലിടാനുള്ളതും കുട്ടികളുടെ നൈറ്റിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ഒരു ബാസ്ക്കറ്റിലും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് KSEBിൽ പോകേണ്ട ഒരു ആവശ്യം വന്നത്. കാരണം ഈ പ്രാവശ്യത്തെ കറണ്ട് ബില്ല് 4600 സംതിങ് ആണ്. ഒരിക്കലും അത്രയും വരില്ല. ഇനിയിപ്പോൾ മീറ്ററിന് വല്ല കംപ്ലയിൻ്റ് ആണോ എന്നുള്ളത് അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ടൊരു കംപ്ലയിൻ്റ് ഒക്കെ എഴുതി കൊടുത്തു മീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഡക്ഷൻ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോഴേക്കും AC അഴിക്കാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരത് പണിതുകൊണ്ടുണ്ട്. പിന്നെ ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. അങ്ങനെ AC അഴിച്ചിട്ട് കയ്യോടെ തന്നെ അവർ നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റിയിട്ടോ. കാരണം അതൊന്ന് കയറ്റി വെച്ചാലാണ് ബാക്കി എന്തോരം സ്ഥലം ഉണ്ടാകുക, എത്രത്തോളം സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് അടുക്കി വെക്കുന്നുണ്ട്. ആ ഒരു ബാസ്ക്കറ്റിലേക്ക് ഫുള്ള് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ നാഫിയാണെങ്കിലും നിധിയാണെങ്കിലും വന്നിങ്ങനെ ഓരോ അലമ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് ഇതെല്ലാം റെഡിയാക്കണം. അതിനുശേഷം പിന്നെ എൻ്റെ പാസ്ബുക്ക് അതുപോലെ മറ്റ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉമ്മച്ചിനെ ഏൽപ്പിക്കാനുള്ളതെല്ലാം ഉമ്മച്ചിനെ ഏൽപ്പിച്ചു. പിന്നെ ഈ മെമൻറ്റോസ്, പിന്നെ ഫോട്ടോ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ഈ മേക്കപ്പ് സാധനങ്ങൾ, ക്രീമുകൾ, പിന്നെ ഈ ഫാൻസി കമ്മലും മാല, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒരു ബാഗിനുള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇക്ക പറഞ്ഞു സ്ഥലം അത്യാവശ്യമുണ്ട്, ബാക്കി നല്ല ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോളാനൊക്കെ പറഞ്ഞു. അത് അഫി ഇന്നിപ്പോൾ എന്തായാലും കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ കിട്ടുന്ന ഒരു അവസാനത്തെ അവസരമാണല്ലോ. അപ്പോൾ പിന്നെ അത് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി ഒന്ന് കെട്ടിപ്പറക്കി ഏകദേശമൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഈ അടുക്കി വെക്കുന്നതിനനുസരിച്ച് തന്നെ ഇക്ക ഓരോന്നും, അതായത് ഓരോ ബാഗൊക്കെ റെഡി ആകുന്നതിനനുസരിച്ച് ഓരോന്നും വണ്ടിയിൽ കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് കയറിട്ട് കെട്ടിയിട്ടോ. കാരണം പുറകിലത്തെ സീറ്റിൽ അഫിക്ക് ഇരിക്കാനുള്ളതാണല്ലോ. അപ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് അവൻ്റെ മേത്തേക്ക് ചാടണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കയറിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടുകാരൊക്കെ കൂടെ നിന്ന് അഫി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഒരു 6 മണി 6:30 ആയ സമയത്ത് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഉമ്മച്ചിക്ക് അത്തിച്ചിക്കും മറ്റുമ്മച്ചിക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇത്രയും നാളും അവരുടെ കൂടെ നിന്നിട്ട് പോകുമ്പോൾ അവർക്കത് സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാനിവിടെ കാസർഗോഡ് വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ സങ്കടവും വിഷമവും മാറിയിട്ടില്ല കേട്ടോ. വിളിക്കുമ്പോഴൊക്കെ കുട്ടികളുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇമോഷണൽ, എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പോകുമ്പോൾ ആക്ച്വലി നമ്മൾ പുതിയൊരു ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നാൾ ഒരുമിച്ചല്ലായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളിനി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും അതിന്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇവരൊക്കെ പിരിഞ്ഞു പോകുന്നതിനുള്ളൊരു വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഷോർട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് സംശയങ്ങളൊക്കെ തോന്നിയേക്കാം. അതൊക്കെ നമ്മുടെ ലോങ് വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ കാസർഗോഡ് വീട്ടിലെത്തി കേട്ടോ.